സിനിമയുടെ പേര് എത്ര വയസ്സായി? 30. എനിക്ക് 99 മോനെ. 99. അടിപൊളി. നീ സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇവന്റെ സിനിമ എന്നും വരുന്നുണ്ടെങ്കിൽ അതും കൂടി. കൊച്ചുമോനെ സിനിമയിൽ അഭിനയിക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആരെ വിളിക്കും? ഞങ്ങൾ ചിത്രമായിട്ടുള്ളൊരു നല്ലൊരു ലവ് സീനാണ്, ബെഡ്റൂം സീനാണെന്ന് പറഞ്ഞു. അന്ന് കാണിച്ചിരുന്ന സീന്. അപ്പോൾ സ്പോട്ട് ഇട്ട് ചെയ്ത് കാണുന്നതാണ്. ഇത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇതോട് ഇതുവരെ കണ്ടിട്ടില്ല. സത്യൻ സാറാണ് എന്നോട് പറഞ്ഞത്, രമ്യ നിൻ്റെ ഭാഗ്യം, ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു സംഭവമാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ക്യാരക്ടർ മാറുക എന്നുള്ളത്. നിന്നെ ഒരു 85 വയസ്സുള്ള ആളാക്കാനും ഈസിയാണ്. അതൊക്കെ ഒരു വലിയ കോംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ട് അമ്മ വേഷം, അമ്മൂമ്മ വേഷം, അമ്മായി വേഷം അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നമല്ല. എല്ലാവരും പറയുന്ന പോലെ വലിയ സംഭവമാണ്, പ്രശ്നമാണ്, ടൈപ്പ് കാസ്റ്റ് ആണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഞാൻ പാടുന്നത്, പക്ഷെ അത് എന്നെ സംബന്ധിച്ചൊരു ബാലിക്കേറ മലയായിരുന്നു. എനിക്ക് വേണ്ടി അങ്ങനെ ടേക്ക് അങ്ങനെ ഒന്നും പോയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടല്ലോ, അയ്യോ ഞാൻ എന്താ ചെയ്യുന്നത്, എന്ത് സാധനമാണ് എനിക്ക്. പ്രത്യേകിച്ച് എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ, ആ പാട്ട് നല്ല മധുരമായ സൗണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തോ മാച്ച് ആകാത്ത പോലെ തോന്നിയ ഒരു സാധനം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള കഴിവ്. അന്ധകാര പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു, വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിലിൽ കാച്ചിൽ കണ്ടു, കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ 2 പ്രാവശ്യം വെച്ച് പാടി ആണ് ഇട്ടിരുന്നത്. കുറച്ച് ബിൽഡപ്പ് കൊടുത്തായിരുന്നു. ഞാൻ ഭയങ്കര പാട്ടുകാരിയാണ്, വലിയ വലിയ മർദ്ദഗീതിയിൽ സംഗീതം അഭ്യസിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിട്ട്. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ചു ഞാൻ എന്തോ ടിപ്പ് പറയാൻ പോവാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അലറി പൊളിച്ചില്ലേ, പിന്നെ ആൾക്കാർ എന്നെ എടുത്തിട്ടങ്ങ് മേഞ്ഞു കളഞ്ഞു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഭയങ്കര സുന്ദരി കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന, മറ്റേ മഞ്ജു പാറി പറന്ന് നടക്കുന്ന. വയസ്സ് എത്രയായി? 30 എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് എത്തുന്നു. സിനിമയുടെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച നാരായണിയമ്മ, നിമ്മി ചേച്ചി ആൻഡ് സിനിമയിലെ എഴുത്തുകാരനും കൂടിയായ ഷിരിച്ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. അപ്പം രമ്യ ചേച്ചി തന്നെ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വയസ്സ് എത്രയാ? അതിന് എനിക്ക് വയസ്സ് എത്രയായി? കണ്ടാൽ എത്ര പറയും? കണ്ടാൽ എത്ര പറയണം? എനിക്ക് 41 വയസ്സ്. 41 വയസ്സ് ശരിക്കും അതാ എനിക്കിഷ്ടം. കണ്ടവര് 30 കഴിഞ്ഞല്ലേ പറയത്തുള്ളൂ, അത്രേ ഉള്ളൂ. 41 എന്നൊക്കെ പറയത്തൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. എന്നിട്ട് തന്നെ അമ്മച്ചി, തള്ളച്ചി, ഈ തള്ള ഇതെന്താ ഭാവിച്ചോണ്ടാ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ റോഡുകളെ കിട്ടുന്നുള്ളത്. അതൊക്കെ മാറുന്നേ. ഇനി വേറെ ലെവലല്ലേ സിനിമ ഒന്ന് ഇറങ്ങിക്കോട്ടെ. വൃത്തിയുള്ള റോഡ് കിട്ടാൻ കോഴിക്കോട് ആള് വരണോ? വൃത്തിയുള്ള റോഡ് കൊടുക്കാനേ കോഴിക്കോട് ആള് വരണം. എനിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ആൾ ഒരു പെട്ടെന്ന് ചെറുപ്പത്തിൽ നിന്ന് സാധാരണ മൂത്തവരിൽ നിന്നാണ്. അപ്പൊ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാം. അമ്മേ നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എങ്ങനെ കൊച്ചുമോൻ എങ്ങനെ ഒരു സിനിമ ഒക്കെ എഴുതി? കൊച്ചുമോൻ എഴുതിയത് നല്ല സിനിമയാക്കി. നല്ല സിനിമയാണ്. ഇപ്പൊ ഈ വയസ്സ് എത്ര എന്നുള്ള സിനിമയുടെ പേര് എത്ര വയസ്സായി? 30. എനിക്ക് 99 മോനെ. 99. അടിപൊളി. 99 വയസ്സിൽ ആദ്യമായിട്ട് സിനിമ അഭിനയിച്ചില്ലേ? ആദ്യമായിട്ടാ. ഇഷ്ടപ്പെട്ടോ സിനിമയൊക്കെ? ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചുമോനൊക്കെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനകത്ത് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയേ? എനിക്ക് നല്ലോണം തോന്നി. പോണം സിനിമക്ക് എൻ്റെ കൂടി പോണം. അപ്പം സിനിമയൊക്കെ കഴിഞ്ഞു, ഇനി തിയേറ്ററിലോട്ട് വരുവാണ്. ഇനിയിപ്പോ ചിലപ്പോ മലയാളികൾക്ക് പുതിയൊരു നായിക കിട്ടിയൊരു ഫീലിംഗ് ആയിരിക്കും. ഇനി സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇവന്റെ സിനിമ എന്നും വരുന്നുണ്ടെങ്കിൽ അതും കൂടി. കൊച്ചുമോന്റെ സിനിമയിൽ അഭിനയിക്കത്തുള്ളോ? കൊള്ളാലോ. ഇനിയിപ്പോ വേറെ അപ്പൊ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആരെ വിളിക്കും? ഞങ്ങൾ നിങ്ങള് വിളിച്ചാലും സാധിക്കുമെങ്കിൽ പോവാ. വിളിച്ചാലും വരും. അത് മതി. ശിവചേട്ടാ, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമല്ല, ഇതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം? ഞാൻ മാത്രമല്ല, കഥകളുണ്ട്, തിരക്കഥയുടെ കൂടെ ഒരു റൈറ്റർ ഉണ്ട്, ഫൈസൽ അബ്ദുൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കോട് ഫാറൂഖ് സ്കൂൾ മാഷാണ്. അതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാന്ന്. പിന്നെ അപ്പോൾ ഞാൻ ഇതിൽ അഭിനയിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇന്നും അഭിനയിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. വൈഫിനോട് ഞാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു, എന്താ റോളെന്ന് വെച്ചു, കുട്ടിച്ച് കൂത്താടി വീഴുന്ന സീനാന്ന് പറയാം. അത് ഇവിടെ എല്ലാ ആഴ്ച കുടിക്കുന്നില്ല, വൈഫ് അംഗീകരിച്ചില്ല. പിന്നെ മുതൽ എൻ്റെ വീട്ടിൽ പറഞ്ഞ് ഞാനും പ്രശാന്തും കൂടി അടിച്ച് പിരിയുന്ന സീനാന്ന് പറഞ്ഞു. അത് ഇടക്കാരോടുള്ള അടി ഉണ്ടാക്കുന്നില്ല. എന്നൊരിക്കലും എൻ്റെ വൈഫ് അംഗീകരിക്കില്ല. പിന്നെ ഞാൻ ചിത്രമായിട്ടൊരു നല്ലൊരു ലവ് സീനാണ്, ബെഡ്റൂം സീനാണെന്ന് പറഞ്ഞു. അന്ന് കാണിച്ചിരുന്ന സീന്. അപ്പോൾ സ്പോട്ട് ഇട്ട് ചെയ്ത് കാണുന്നതാണ്. ഇത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരിൽ നല്ലോണം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കൊടുത്തായി എൻ്റെ കുറേ പൈസ ഷെപ്പും പറഞ്ഞു ചോട്ടെ എഴുതുമ്പോൾ
പിന്നെ എല്ലാത്തിലും ഇങ്ങനെ കുറച്ച് സീന് കൂട്ടി എഴുതി ഡയലോഗ് കൂട്ടി എഴുതി ഞാൻ അത് വേണ്ട, ഇവര് സദ്യ ആയിക്കോട്ടെ. ഇപ്പം പ്രശാന്തിന്റെ അടുത്ത് പ്രശാന്ത് പെർഫോം ചെയ്താൽ മതി, ഞാൻ സൈഡിൽ നിന്ന് കൊടുത്താൽ മതി. 6 പ്രശാന്ത് പറഞ്ഞാൽ 2 ഞാൻ പറഞ്ഞാൽ മതി, അതിനോട് ചേർന്ന് പോയിക്കോളൂ. അതായത് നല്ലൊരു പായസത്തിന്റെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞു, പായസത്തിന്റെ കൂടി നമ്മൾ പഴോ പപ്പടം എന്തായാലും സാരില്ല. ഇപ്പോൾ ചിത്ര, പ്രശാന്ത്, രമേശ് അതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഞാനും പിന്നെ ഫൈസൽ മാഷ് കൂടെ എൻ്റെ കാസ്റ്റിംഗ് ചെയ്തത്. രമ്യനെ ഞങ്ങൾ കാണാൻ പോയത് IFFK കാണുമ്പോൾ അപ്പോൾ അതിന് പോസ്റ്റർ കാണിച്ചത് ശരിയോട്ടാ ഫൈസൽ മാഷ് ഇതാണ് നമുക്ക് പാർട്ടി സെക്രട്ടറി ആയിട്ട് വെക്കാൻ പറ്റിയ സാധനം. പിന്നെ അതുപോലെ എല്ലാം മൂന്ന് റോളുകൾ, അമ്മമ്മ എല്ലാ റോളും ഞാൻ വൃത്തിയുള്ള സാധനമില്ല. അപ്പൊ ഞാൻ സിനിമയുടെ ഉള്ളിൽ പോയപ്പോ ഫൈസൽ മാഷ് പഠിക്കുന്ന തന്നെ ശരിയോട്ടാ നമ്മള് ഇപ്പൊ പോസ്റ്റർ കണ്ടാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടൊരു ഭയങ്കര സുന്ദരി കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന മറ്റേ മഞ്ജു പാറി പറന്ന് നടക്കുന്ന. അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു, നല്ല ഇഷ്ടപ്പെട്ടു. വടയിലെത്തി, പിന്നെ വടയിൽ സ്ലാങ് നന്നായിട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളും കൂടെ നിന്നോടുത്താൽ മതി. പിന്നെ പ്രശാന്ത് ഇതിൽ ഹീറോ പ്രശാന്ത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലോ, പിടിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിനോട് നാടകം കളിക്കണം, ഞാൻ നാടകക്കാരനാണ്, നാടകം കളിക്കണ്ട, രാവിലെ എങ്ങനെയാണ് എന്നോട് സംസാരിച്ചത് അതുപോലെ സംസാരിച്ചാൽ മതി. അപ്പോൾ ത്രൂ ഔട്ട് പിന്നെ ഒരു എല്ലാ 1 ഷോട്ട് സിംഗിൾ ഷോട്ടിൽ ഓക്കെ ആയിട്ടുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ വയസ്സ് എത്രയും 30, അത് മേഡ് ഇൻ വടകര എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ? 30 എന്ന് പറഞ്ഞാൽ വയസ്സ് എത്രയായി ഉത്തരം പറയാൻ എടുക്കുന്നത്. നമ്മളിപ്പം പെണ്ണ് കാണാൻ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പെണ്ണിന്റെ വയസ്സ് പേപ്പറിൽ നോക്കിയിട്ടാണ് പിന്നെ റിപ്ലൈ ചെയ്യുക. 23 വയസ്സായ പെണ്ണാച്ച് 25 പറയും, 24 വയസ്സായ പെണ്ണാച്ച് 28 പറയും. ഇപ്പോൾ വയസ്സ് എത്രയായി 30 കഴിഞ്ഞിട്ടാണ് പിന്നെ 30. അപ്പൊ ഒരു തലയോ അതാണ് ഈ 30 എന്നുള്ളത്. വയസ്സ് എത്രയെന്ന റേറ്റിൽ എല്ലാവരോടും ചോദിക്കുന്നത് എത്ര വയസ്സ് എന്നുള്ളതാണ്. പെണ്ണ് കിട്ടാത്തുള്ള ആൾക്കാർ എപ്പോഴും വയസ്സ് കൃത്യമായിട്ട് പറയൂല, അതാണായാലും പെണ്ണായാലും. പെമ്മക്കളായാലും പറയില്ല 26 വയസ്സായാലും 22, അല്ലെങ്കിൽ പിന്നെ മൂത്ത മോളെ അല്ല അവളെക്കാട്ടും 7 മാസം വളയത് കഴിഞ്ഞ കുമ്പത്തിൽ 36, കഴിഞ്ഞ കുമ്പത്തിൽ 36, കുമ്പത്തിൽ 37 ആയില്ലേ. അത് പറയാൻ വിഷമമുണ്ടാവും. വയസ്സ് എത്ര അങ്ങനെ ഒരു ടൈറ്റിൽ വന്ന സാധനമാണ്. ശരിക്കും രമേശ് ചേച്ചി ഈ പറഞ്ഞ പോലെ സ്ഥിരം അമ്മായി റോളുകൾ മാറിയിട്ട് ഒരു പാർട്ടി പ്രവർത്തകയായിട്ടാണ് ഈ സിനിമയിലെ കഥാപാത്രം. ശരിക്കും ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തോ? തീർച്ചയായിട്ടും. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം എത്രത്തോളം വർക്കായെന്ന് കാണാനായിട്ടല്ലേ? അല്ല ശരിക്കും അങ്ങനെ ഇപ്പൊ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പോലെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എൻ്റെ അപ്പിയറൻസിൽ തന്നെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. പിന്നെ മേക്കപ്പും ഇല്ല, മേക്ക് ഡൗണും ചെയ്തിട്ടില്ല. പിന്നെ നോർമൽ എൻ്റെ ഇതേ രീതിയിൽ തന്നെ ഒരു നല്ല വൃത്തിക്ക് സാരിയെ കൊടുത്തിട്ട് ഉള്ളൊരു ക്യാരക്ടർ, ഏജ്ഡ് അല്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ദാരിദ്ര്യ സാധനമില്ല, കരച്ചിലും പിഴിച്ചിലും ബഹളങ്ങളില്ല, അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തതുപോലത്തെ അല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ രമ്യ എന്നൊരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കുള്ള ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഫ്രീക്കായിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ക്യാരക്ടറായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ കുറച്ച് ഒരുപാട് ഏജ് ഉള്ള അല്ലെങ്കിൽ ഒരു അമ്മായി കഷ്ടപ്പാട് ദുരിതം മാത്രം പറയാൻ നിൽക്കുന്ന അങ്ങനെ ഒരു ഫീലിംഗ്. പക്ഷെ അതെന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആവാൻ പറ്റും. ഞാൻ ഇപ്പൊ ഏത് കോസ്റ്റ്യൂമിലോട്ട് മാറുന്നു അപ്പൊ തന്നെ വൻ ചേഞ്ച് ആണ്. പിന്നെ ബാക്കിയുള്ളത് എന്തെങ്കിലും മേക്ക് ഡൗൺ ചെയ്യുവോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുവോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അത് സത്യൻ സാറാണ് എന്നോട് പറഞ്ഞത്, രമ്യ എന്റെ ഭാഗ്യം, ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു സംഭവമാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ക്യാരക്ടർ മാറുക എന്നുള്ളത്. നിന്നെ ഒരു 85 വയസ്സുള്ള ആളാക്കാനും ഈസിയാണ്. അതൊക്കെ ഒരു വലിയ കോംപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് അമ്മ വേഷം, അമ്മമ്മ വേഷം, അമ്മായി വേഷം അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നമല്ല. എല്ലാവരും പറയുന്ന പോലെ വലിയ സംഭവമാണ്, പ്രശ്നമാണ്, ടൈപ്പ് കാസ്റ്റ് ആണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. കിട്ടുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് എന്താണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കരുത് എന്നുള്ളൊരു ഇതോടുകൂടിയാണ് ഞാൻ ഓരോ കഥാപാത്രങ്ങളെയും എന്താ പറയുക അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും നന്നായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് പ്രേക്ഷകരിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഓരോ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ എനിക്കൊന്ന് എടുത്തു പറയേണ്ട പടവട്ടിലെ കഥാപാത്രം, എനിക്ക് മലയാളത്തിലെ പുഷ്പ എന്ന് തന്നെ വിളിക്കുന്നത് തോന്നുന്നു. ഇപ്പഴങ്ങനെ വിളിക്കാറുണ്ടോ? പിന്നെ ലേഡി പുഷ്പ. ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടനൊക്കെ ആണെങ്കിൽ പുഷ്പേ തെങ്ങിലെ തേങ്ങ നല്ല വിളഞ്ഞിട്ടുണ്ട്, ഫ്രീ ആണോ? രണ്ട് പുഷ്പയുള്ളൂ. ഒന്ന് അല്ലു അർജുന്റെ പുഷ്പയുണ്ട്, മലയാളത്തിലെ ഈ പുഷ്പയുണ്ട്. ഞാൻ ആ സെറ്റില് ഫുള്ള് ഞാൻ അങ്ങനെ പറയായിരുന്നു, പുഷ്പന സുമ്മാവ. ശരിക്കും പറയാ തിയേറ്ററിൽ കയ്യടി വയ്ക്കുന്നത് ക്ലൈമാക്സിലൊക്കെ പറഞ്ഞ മാസ് ഡയലോഗ് ഉണ്ടോ കയ്യടികൾ നിറച്ച സീനുകളൊക്കെ ആയിരുന്നു അത്. ശരിക്കും അങ്ങനത്തെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എപ്പോഴും? എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള സാധനം. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഈ കരഞ്ഞിട്ടുള്ള സാധനമാണ്. പക്ഷെ എന്തോ ആൾക്കാർക്ക് എന്റെ കരച്ചില് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
എനിക്ക് ശരിക്കും ഈ കോമഡി സാധനങ്ങളും ചിരിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യാനും പിന്നെ ആക്ഷൻ സാധനങ്ങൾ അങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് എനിക്ക് ഡാൻസ് എനിക്ക് പറ്റില്ല. പിന്നെ ഞങ്ങളുടെ സിനിമയിൽ ഇഷ്ടംപോലെ നല്ല സിനിമ 4-5 പാട്ടുണ്ട്. ഒന്നിന് മെച്ചെന്ന് പറയുന്നത് എല്ലാം പൊളിയാണ്. ആൾക്കാർ ഏറ്റെടുക്കുക പാട്ടുകളെല്ലാം. അതിനകത്തിൽ ഒരു പാട്ടിനകത്തില് പാടി വരുന്നുണ്ട്. ഓ എന്റെ അമ്മേ, ഞാൻ അപ്പോഴാണ് ഓർത്തത് ഇത് ഇത്രയും പാടുള്ള സംഭവമാണോ എന്നുള്ളത്. ഈ നായകനും നായികയൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ഇങ്ങനെ പാടി ഓരോന്ന് ചെയ്യുമ്പം സമ്മതിച്ചു കൊടുക്കണേ. എനിക്ക് എന്താ പോലെ ഇതൊക്കെ ഒരു ഇച്ചിരി ഒരു എന്നാ പറയണ്ടേ, ഒരു ഫീമെയിൽ ടച്ച് ഉള്ള ഒരു സാധനം പോലെയൊക്കെ ഇരിക്കുന്നു. എനിക്കത് വരത്തേ ഇല്ല. ഞാനപ്പോ പാടിയൊക്കെ ചെയ്തിട്ടായി എന്റെ ഇങ്ങനെ മുഴങ്ങിയ 200 പേരുണ്ട് ആ പാട്ടില്. ടോട്ടൽ ജൂനിയർ ആർട്ടിസ്റ്റ് ചേർത്ത് 27 ആളാണ് ടോട്ടൽ മെയിൻ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നതിൽ. ആ 27 പേരും ആ പാട്ടിൽ വന്നു പോകുന്നുണ്ട്. 2 ലൈനേ ഉള്ളൂ ഞാൻ ആ പാടുന്നത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ബാലിക്കേറ മലയായിരുന്നു. എനിക്ക് വേണ്ടി അങ്ങനെ ടേക്ക് അങ്ങനെ ഒന്നും പോയില്ല. പക്ഷെ എന്റെ മനസ്സിലുണ്ടല്ലോ, അയ്യോ ഞാൻ എന്താ ചെയ്യുന്നത്, സാധനമാണ് എനിക്ക്. പ്രത്യേകിച്ച് എന്റെ ഈ സൗണ്ട് ഇങ്ങനെ, ആ പാട്ട് നല്ല മധുരമായ സൗണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തോ മാച്ച് ആകാത്ത പോലെ തോന്നിയ ഒരു സാധനം. അത് മാത്രമേ ഉള്ളൂ. റൊമാൻസ് തരാൻ കിടക്കുന്ന ആക്ഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം, ഈ റൊമാൻസ് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. പക്ഷെ എനിക്കത് അതല്ല, എനിക്കത് വർക്കൗട്ട് ആവില്ല. അതായത് അത് ചെയ്ത് ബലിപ്പിക്കാനുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കാൻ പ്രശ്നമില്ല. പേയ്മെന്റ് ഇല്ലാത്ത റോളുകൾ ഭയങ്കര സീരിയസ് ആയിട്ട് റൊമാൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. വലിയമ്മക്ക് ശമ്പളം കൊടുത്തോട്ടോ ഈ സിനിമയില്. കമ്മലുമാല മേടിച്ചു കൊടുത്തായിരിക്കും. പ്രൊഡ്യൂസർ കമ്മൽ കൊടുത്തു, പ്രൊഡ്യൂസർ അഭിനയിച്ചിന് പൈസ കൊടുത്തു. അപ്പൊ അത് സ്കൂളിൽ ഡൊണേഷൻ കൊടുത്തു, അടുത്തുള്ള സ്കൂളിൽ കൊടുത്ത. പിന്നെ നല്ല കാര്യമാണല്ലോ അല്ലേ, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ ഉള്ള വലിയൊരു കാര്യമല്ലേ. അതാ വേണ്ടത്, ഇവരെല്ലാം പഠിച്ച സ്കൂളാ. അപ്പം ചേട്ടാ നോർമലി ശരിക്കും പറയാം ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, വയസ്സ് എത്ര എന്നോ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല, ശരിക്കും അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടോ? പ്രായത്തിന്റെ ഇഷ്യൂ അല്ലേ ഇതില്? പ്രായം മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് സാധനം, എത്രയോ ആൾക്കാർ നല്ല കുട്ടികൾ പെണ്ണ് കിട്ടാണ്ടിരിക്കും, എത്രയോ പെൺകുട്ടികൾ ചെക്കനെ കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം മുത്തച്ഛനും പറയുന്ന സാധനമില്ലേ, പെണ്ണ് ആയി ജനിച്ചാൽ കൂട്ടിനൊരാണ് വേണം, ആണായി ജനിച്ചാൽ കൂടെ കൂട്ടാനൊരു പെണ്ണ് വേണം. അതാണ് സാധനം. ഇപ്പം ജാതകം പ്രശ്നമുണ്ട്, കുടുംബമഹിമ പ്രശ്നമുണ്ട്, പിന്നെ വീടിന്റെ ലൊക്കേഷൻ, വെള്ളമുണ്ടോ? ഒരു നാട്ടിലൊരുത്തും ജനിച്ചാൽ അവിടെ വെള്ളമില്ല. അവിടെ വെള്ളം ഇല്ലെങ്കിൽ അപ്പുറത്ത് കുഴക്കണ്ടല്ലോ, ജനരീതി ഉണ്ട്. അതല്ല, വീട്ടിൽ വെള്ളമുണ്ട് ദിവസം ഒരു ക്വസ്റ്റൻ. എനിക്ക് എത്രയോ പെണ്ണ് നഷ്ടപ്പെട്ടു ഒരു വീട്ടിൽ വെള്ളമില്ല. അതുകൊണ്ട് അത് പിന്നീട് പിണറായി വന്നതിന് ശേഷം ഈ ജലനിധിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സെറ്റായി. മുന്നിൽ കുഴക്കണം, ഈ പടത്തിലൂടെ നിങ്ങൾ കുഴക്കണം. എൻ്റെ വീടാണ് ഷൂട്ട് ചെയ്ത സ്ഥലം, ഇത് എൻ്റെ വീടാണ്, കുഴക്കണുണ്ട്. പിന്നെ കുടുംബമഹിമ, അതായത് നമ്മൾ ആ വീടും അതിന് ചുറ്റുപാടൊക്കെ വളരെ എന്തൊക്കെ നോക്കുന്നില്ല വീട്ടിൽ അത്രയും കാര്യം. അപ്പൊ പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ ഞാൻ ചോദിക്കുന്നതിനെ കൂടുതൽ അവർക്ക് ഇങ്ങോട്ടാണ് ചോദിക്കാനുള്ളത്. അടുത്തത്ര വീടുണ്ട്, വീടിന്റെ ഫേസ് അങ്ങോട്ടാണ്, പിന്നെ പെങ്ങളുണ്ടോ വീട്ടില്? കല്യാണം ചെയ്ത പെങ്ങളുടെ ഒന്നും പിന്നെ ഇല്ല. എത്രയോ സംഭവങ്ങൾ. ഇപ്പം കല്യാണ ആലോചന നമ്മൾ ഓക്കെ പറഞ്ഞു, അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ അന്വേഷിക്കാൻ വരുമല്ലോ. അന്വേഷിക്കാൻ വരും, വീട്ടിൽ വരുമ്പോ ആരും ഒന്ന് വെറുതെ പറഞ്ഞോടത്തായി, അല്ല ഷിജുവിന്റെ വീട് ഏതാ? ഷിജുവിന്റെ വീട് അതാണേ, എന്നാലും നിങ്ങൾ വേറെ ആരോടും ചോദിച്ചാലോ പറ്റി എന്ന് പറയും. എനിക്ക് പറയാനില്ല എന്ന് പറയും. അത് മതി. എത്ര 100 പെണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മേനേജർ 100 പെണ്ണ് 100 പെണ്ണ് ലൈവ് നേരിട്ട് പോയി കണ്ടത്. മറ്റത് ഓൺലൈനിൽ സ്കൈപ്പാണെന്ന്, സ്കൈപ്പിലൊക്കെ കണ്ടത് ഇഷ്ടം പോലെ ഉണ്ട്. ജാതകം എത്ര ജാതകമായിട്ട് പറയുക, അതിലും മേലെ കണ്ടവരുണ്ട്. 43-ാം വയസ്സിൽ ഇന്നും പെണ്ണ് കാണാൻ പോയി നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ടൊന്നുമില്ല, എവിടെ ഇപ്പം പ്രശ്നം തന്നെയാ. ബാംഗ്ലൂരിലെ IT ഉദ്യോഗസ്ഥന്മാർക്കില്ല, ഷെഫ് എത്ര പേർക്ക് പെണ്ണിട്ടാണ് വയസ്സ് കഴിഞ്ഞു. പിന്നെ ഒരു വയസ്സ് മടുത്തു. പക്ഷെ മടുക്കരുത്, പൊരുതുക. തൊഴിലെന്ന് വെച്ചാല് സർക്കാർ ഉദ്യോഗമാണ് ഗവൺമെന്റ് ഉദ്യോഗം. പിന്നെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണ്ടേ മാതാപിതാക്കൾക്ക്? പിന്നെ ഗവൺമെന്റ് ജോബ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കും. ഇനി നിങ്ങൾ ഒരു അനാഥാലയത്തിൽ പോയിട്ട് പെൺകുട്ടികളെ കല്യാണം വെച്ചോ, 100,000 ഫോർമാലിറ്റീസ് ഒരു സാധാരണ കാര്യം എടുക്കാൻ പറ്റില്ല. വിധവ അതിന് 5000 പ്രശ്നങ്ങൾ വേറെ. എന്തിനാണ് പറയുന്നത്? ഈ പടത്തിൽ ഞാൻ കട്ട് ചെയ്ത സീനാണത്, ഇനി പറയുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ നാട്ടിൽ കോടതി 10-12 കൊല്ലം ഒരുത്തരോട് ജീവിച്ച ഒരാള് ഭർത്താവ് മരിച്ചു ഡൈവേഴ്സായിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുറത്ത് ചെറുപ്പക്കാർ നിൽക്കുന്ന പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അതിൽ ബ്രാഞ്ച് സെക്രട്ടറി ചോദിക്കുക, അല്ല കേസ് കഴിഞ്ഞ് എന്നാ പിന്നെ ഓൾറെഡി സെറ്റാ,
ടൈമും ആയി കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാൻ അവിടെ സെറ്റ് ആവുള്ളൂ ഞാൻ പിള്ളേർ വേറെ അസീന് കട്ട് ചെയ്താണ് സിനിമ. ഫൈസൽ അബ്ദുൽ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അസീൻ മൂപ്പർ ചെയ്തത് അത് കട്ട് ചെയ്തതാണ്. ചേച്ചി ശരിക്കും ആ പ്രശ്നം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം ശരിയാണ്. എനിക്ക് തന്നെ അറിയാം കുറെ വീഡിയോ ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത് ഷൂട്ടിന് പോകുമ്പോൾ അവരും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാവും. അന്നേരം അവരൊക്കെ ചോദിക്കും നിങ്ങളുടെ നാട്ടിൽ നല്ല വല്ല പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ ഇവിടെ അങ്ങനെ കെട്ടാതെ നിൽക്കുന്ന എന്തോരം ആൾക്കാരാ കണ്ണൂർ പടവെട്ടിന് ഷൂട്ടിനൊക്കെ അതുകൊണ്ട് ശ്രീചാട്ടിന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി. കാരണം അവിടെ ചെന്നപ്പോഴും ഇതുപോലെയായിരുന്നു, പെണ്ണുങ്ങള് ഇല്ല. പെണ്ണുങ്ങള് 18 വയസ്സൊക്കെ ആകെ നോക്കിയിരിക്കുകയാണ്. നല്ല കാശുള്ള വീട്ടിലെ ഒക്കെ പയ്യന്മാര് വന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ആ വീട്ടിലെ ആമ്പിള്ളേര് എന്നാ നല്ല വീടുണ്ടായിരിക്കും, ജോലിയുണ്ട് അല്ലെ. ഇന്ന് എന്താ ട്രെൻഡ് എന്ന് പറയുന്നത്, ഇന്ന് ആൺകുട്ടിക്ക് ഞാൻ ചൈനയിലായിരുന്നു. ചൈനയിൽ പെൺകുട്ടികൾ വളരെ കൂടുതൽ, ആൺകുട്ടികൾ വളരെ കുറവാണ്. ഈ ശനിയാഴ്ച ഞായറാഴ്ചയും പല പാർക്കുകളിലും അമ്മമാർ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കും, ലുക്കിംഗ് ഫോർ എ ബോയ് എന്ന് പറഞ്ഞിട്ട്. അതായത് പെൺകുട്ടി വളരെ കൂടുതൽ, ആൺകുട്ടി വളരെ കുറവാണ്. അപ്പോൾ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മമാർ ഈ പാർക്കിൽ നിൽക്കും. ഞാൻ 28 വയസ്സായ ചൈനയിലുള്ള സമയത്ത് ഞങ്ങൾ ചോദിച്ചു എന്തൊരവസ്ഥ, നമ്മളവിടെ റിവേഴ്സ് അല്ലായിരുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ നേപ്പാളിൽ പോവാണ്. ഇപ്പോൾ അടുത്ത് നേപ്പാൾ ടൂറിന് പോയ ആൾക്കാർ അവിടുത്തെ പെൺകുട്ടി വന്ന് ചോദിക്കാം കല്യാണം കഴിക്കുമെന്ന്. കാരണം അവിടെ ദാരിദ്ര്യം ആയതുകൊണ്ട് റിവേഴ്സ് പെൺകുട്ടിയെ കൊണ്ട് 2-3 കല്യാണം കഴിക്കാം. അപ്പം ഒരു പയ്യൻ ടൂറിന് പോയി ഇപ്പം യൂട്യൂബിൽ വന്നിരുന്നു, നിന്നെ കല്യാണം കഴിക്കാന്ന് പറയും. അപ്പോൾ ചോദിച്ചു എന്റെ ഫ്രണ്ടിനെ കൊണ്ട് കഴിക്കാൻ പോകുന്നു. അത് 2 പേര് രക്ഷപ്പെടില്ല വന്ന് കർണാടക ബോർഡറില് പിന്നെ ക്ലാസ് എടുക്കുന്ന സ്ഥലമുണ്ട്. അതായത് പിന്നെ മൈസൂരിലും പിന്നെ ഹുൻസൂറിലും പോയിട്ട് പെണ്ണ് കഴിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ബോർഡറിൽ ക്ലാസ്സുകൾ. എന്തൊക്കെയാ നടക്കുന്നല്ലേ അറിയുന്നില്ല. ഇതാണ് പറഞ്ഞത് പഠിക്കാൻ പറ്റുന്ന സമയത്ത് വല്ലത്തിനൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? അമ്മ ഒരു മോനൊരു വീട്ടിലുണ്ടെങ്കിൽ അമ്മ പറയൂ വെടിയന്റെ പൊടി അതൊക്കെ ആഹാരം വെച്ച് തരാനാവില്ല. നീ വെടിയന്റെ പൊടി നോക്കി പ്രേമിച്ചടാ പോയിട്ട് തനിക്കെനിക്ക് വെച്ച് തരാനാവില്ല. ഇങ്ങനെ വയസ്സന്മാർ പറഞ്ഞ മോനെ മക്കളെ കൊയലുക എന്നെ റീറ്റുകൾ എന്ത് ചെയ്യൂ? അതാണ് നമ്മളെന്ത് ചെയ്യും. അതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മള് നോർമലി ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ ഇപ്പോഴത്തെ ഒരു പ്രേമിക്കുക എന്ന് പറയുമ്പോ മുട്ടുകാലി ഓടിക്കും. അല്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോ ഇതേ അച്ഛനും അമ്മയും തന്നെ പറയടാ എന്തെങ്കിലും ഓരോരുത്തരെ വിളിച്ചോണ്ട് ജാതി ഇല്ല, ജാതി വേണ്ട, മതം വേണ്ട, കാശ് വേണ്ട, ഒന്നും വേണ്ട ഇതേ ആൾക്കാർ തന്നെ പറയും. ശരിക്കും പറയാം ഈ പെണ്ണ് കാണൽ സിസ്റ്റം ഉണ്ടല്ലോ അത് മാറി തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് ആണ് കാണൽ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പൊ അതേപോലത്തെ ഒരു സിസ്റ്റം വരുന്നോണ്ട് നല്ലൊരു ഇതാന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും വേറെ പല സ്റ്റൈലുകളുണ്ട് ഇപ്പൊ പെണ്ണുകളിൽ. ഇപ്പൊ പാലക്കാട് ഒരു അമ്പലത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ഊഞ്ഞാലാണ്. ഒരു ഊഞ്ഞാലിൽ ആണുങ്ങൾ നിൽക്കുക, മറ്റേ ഊഞ്ഞാലിൽ പെണ്ണുങ്ങൾ നിൽക്കുക. ഇത് എന്റെ ഫ്രണ്ട് പോയതാണ്. എനിക്ക് പെണ്ണിട്ടതിന് ശേഷം ഞാൻ ഓണയും കൂടി പോയതാണ്. ഒരു ഊഞ്ഞാൽ ആൺകുട്ടികൾ, ഒരു ഊഞ്ഞാൽ പെൺകുട്ടികൾ. ഊഞ്ഞാൽ ഇങ്ങനെ ആട്ടും. 2 ഊഞ്ഞാൽ ആട്ടുമ്പോ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ചൂണ്ടിക്കാട്ടുക, ഇങ്ങോട്ട് വിളിക്കുക, സംസാരിക്കുക. കൊള്ളാലോ പരിപാടി. നടത്തറിയോ ഈ ഊഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള ഒരു നേർച്ച വഴിപാടാണ്. അപ്പൊ ആ ഊഞ്ഞാൽ ആടുമ്പോൾ ഒരു പൈസ കൊടുക്കുക. അപ്പൊ അവിടെ സെറ്റായി കഴിഞ്ഞ വേറെ പൈസ അമ്പലത്തിൽ കൊടുക്കുക. കൊള്ളാലോ പരിപാടി. കാസർഗോഡ് ഒരുപാട് ആചാരം, കുടക് ഇങ്ങനത്തെ ഒരുപാട് ആചാരങ്ങൾ പറയുന്നുണ്ട്. രമേശ് ചേച്ചി ശരിക്കും ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ അല്ലാതെ ശരി അല്ലാത്തപ്പോൾ ഒരുപാട് ചോദ്യം ചേട്ടൻ മുമ്പ് ചോദിച്ച പോലെ പഠിത്തമുണ്ടോ, ജോലിയുണ്ടോ, എത്ര സാലറി ഉണ്ട്, ഫാമിലിയിൽ എത്ര പേരുണ്ട്, ഇങ്ങനെ 100,000 ചോദ്യങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യനെയറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എക്സാം പാസ്സായിട്ടൊക്കെ കല്യാണം കഴിക്കുക അത് പലപ്പോഴും സക്സസ്ഫുൾ ആകാറുമില്ല. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചു, ഞങ്ങളത് വീട്ടിൽ അവതരിപ്പിച്ചു, പെട്ടെന്ന് തന്നെ സംഭവം സെറ്റായി. ഇല്ല ഇതൊക്കെ അറിയണം. പക്ഷെ എന്താ പറയാ, കല്യാണത്തിന് മുന്നേ അല്ല നമുക്ക് പരിചയപ്പെടാനും അല്ലെങ്കിൽ അറിയാനും ഒക്കെ ഒരു സമയം ഉണ്ടാവുമല്ലോ. സമയത്ത് എന്തായാലും ചോദിച്ചറിയണം. ജസ്റ്റ് ഒരു റഫിന് ഒരു ഗെയിം പോലെ മുടിക്കാം. ഇപ്പൊ ഒരു ആണ് കാണൽ, ഞാനാണ് ചെറുക്കൻ, ചേച്ചിയാണ് പെണ്ണ്, ഒരു വീട്ടുകാർ ഒരു ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു ആണ് കാണലിന് എവിടെ നടക്കുന്നത് എന്നോട് ചോദിക്കാം. അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ. ഇത് സീനല്ല, ഒരു ഗെയിമില് ഒരു ആണ് കാണലാണ് നടക്കുന്നത്. ഞാനാ ചെറുക്കനോട് എന്ത് വേണം ചോദിച്ചു. വീട്ടുകാരാണ് നിങ്ങൾ, പെണ്ണിന്റെ വീട്ടുകാർ വേണം വന്നിട്ടുണ്ട്. പേരെന്താ? ഇത്രയൊക്കെ നാണം വേണോ? നിബിൻ. ഞാനാണല്ലോ ചെറുക്കൻ. പേരെന്താ? നിബിൻ. എന്താ ചെയ്യുന്നത്? മീഡിയയിൽ വർക്ക് ചെയ്യുന്നത്, കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, യൂട്യൂബ് ഒക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ടോ? ചെറുതായിട്ട്. ഇൻകം കുഴപ്പമില്ല, വീട്ടിലോട്ട് കൊടുക്കാനുള്ളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പെണ്ണും കൂടെ വന്നാലും നോക്കാനുള്ള
ആ പറ്റും അല്ലേ? അമ്മ അച്ഛനൊക്കെ? അമ്മ പണിക്ക് പോകുന്നുണ്ട്, അച്ഛനും പണിക്ക് പോകുന്നുണ്ട്, ഞാൻ വീട്ടിലിരിക്കുക. താൻ എങ്ങനെയാണ്, യൂട്യൂബ് ഒക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ല. വീട്ടുകാർക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? വീട്ടുകാർക്ക് മോനെ നീ കല്യാണം കഴിച്ചാൽ സ്ഥിരമായിട്ട് പണിക്ക് പോവോ? പണിക്ക് ഞാൻ വിട്ടോളാം. എന്നെ പണിക്ക് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് പണിക്കൊന്നും പോവാതിരിക്കുന്ന എന്നെ നോക്കുന്ന ഒരു ഭാര്യയാണ് നോക്കുന്നത്. അപ്പൊ വീട്ടുപണിയിൽ അറിയാവോ? പിന്നെ അലക്കും, കഞ്ഞി ഉണ്ടാക്കും, ചപ്പാത്തി വരത്തും, ദോശ ഉണ്ടാക്കും, ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഇഷ്ടം കഴിച്ചോട്ടെ. അപ്പൊ വേറെ ഡിമാൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ഡിമാൻഡ്സ്? ഞാൻ പൊക്കോളാം ജോലിക്ക്, നീ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. സുഖ സുന്ദരം. അപ്പൊ കല്യാണം ഫിക്സ്. സൂപ്പർ. ശരിക്കും അങ്ങനെ അല്ല, രണ്ടുപേരും ഞാൻ പറയട്ടെ, ഈ ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്നെ നോക്കാൻ വേണ്ടിട്ട് ഒരാളുടെ ആവശ്യം, അല്ലെങ്കിൽ നിന്നെ നോക്കാൻ വേണ്ടിട്ട് എന്റെ ആവശ്യവും ഇല്ല. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാം, നിന്റെ കാര്യങ്ങൾ നിനക്കൊരു ആവശ്യം വരും, ഒരു കൂട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. അതെ അതെ. ശരിക്കും പറയാം, പലപ്പോഴും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഫാമിലി നോക്കാൻ, ഒരു കല്യാണം എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടുകാരെ നോക്കാനായിട്ട് ഒരാള്, അത് മാത്രല്ല പിന്നെ കുറെ ജോലികള് സിസ്റ്റം മാറണോ നമ്മുടെ. പിന്നെ ഏത് ചൈന, മെക്സിക്കോ, അല്ലെങ്കിൽ പിന്നെ ജപ്പാൻ, കൊറിയ, ഏത് രാജ്യങ്ങളെടുത്ത് നോക്കിയാലും, സൗത്ത് ആഫ്രിക്ക, പഠിക്കുമ്പോൾ തന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. ഒരു +2 കഴിയുമ്പോഴത്തേക്ക് കോളേജിൽ എടുക്കുമ്പോഴത്തേക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ എന്തായാലും കല്യാണം കഴിച്ചിരിക്കും. അപ്പോൾ അവർ ഡേറ്റ് ആവും. അപ്പം ഒരു 18-19 വയസ്സാകുമ്പോൾ മക്കൾക്ക് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അച്ഛനമ്മ വിഷമിക്കുന്ന നാടാണ് പുറം നാട്. ഒരുമിച്ച് ലിവിങ് ടുഗെദർ ആവും. പിന്നെ ഒരു സമയത്ത് കഴിഞ്ഞൊരു കല്യാണം കഴിക്കും. അപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കൂട്ടൽ ആളുണ്ടല്ലോ. ഇവിടെ ആ സാധനം മാറണം. ഇവിടെ ഇപ്പോഴും നമ്മൾ കെട്ടിച്ചു കൊടുക്കും. ഇപ്പൊ കേരളത്തിൽ ലിവിങ് എന്നൊരു ഓപ്ഷൻ വന്നു തുടങ്ങി. പഠിക്കുമ്പോഴേ ഈ സാധനം ഉണ്ടാവും, ഈ കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് ഒരുമിച്ച് അങ്ങ് പോയിക്കോളും. ചൈനയിൽ ഇപ്പം പഠിക്കുന്ന ഞാൻ ചൈനയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാഫുകളെല്ലാം കപ്പിൾസ് ആണ്. 3 ഹസ്ബൻഡ് വൈഫാണ് എൻ്റെ സ്റ്റാഫുകൾ, 6 പേര്. അവരൊക്കെ പഠിക്കുമ്പോഴേ ലവേഴ്സ് ആയിരുന്നു. അവർ ഒരുമിച്ചിറങ്ങി, ഒരുമിച്ച് ജോലി ചെയ്തു, 2 പേരും ലോൺ എടുത്ത്, വീടെടുത്തു, കാറെടുത്തു, പിന്നെ ഒരുമിച്ച് ജീവിക്കാണ്ട്, പിന്നെ ഒരു പ്രഗ്നൻസിന് കല്യാണം കഴിച്ചു. ആ ഒരു സാധനം ഇവിടെ വരണം. കാരണം പഠിക്കുമ്പോൾ സമയത്ത് ഇഷ്ടം തോന്നുന്ന ആ ഇഷ്ടം അതൊരു ഒറിജിനൽ സാധനമാണ്. അതങ്ങോട്ട് ഇങ്ങനെ തുടർന്ന് പോകും. ഇവിടെ ഫസ്റ്റ് ലവ് ഒന്ന് ആരായിരുന്നു? അവിടുന്ന് കോൾ വരുന്നു. ഞാൻ 9th കഴിഞ്ഞു, ജസ്റ്റ് 10th അപ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. എങ്ങനെയാണ് ഫസ്റ്റ് ക്രഷ്? എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു ആളെങ്ങനെയായിരുന്നു? അത് ഞങ്ങൾ ഡെയിലി ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നത്. അപ്പം ഡെയിലി ഇങ്ങനെ കണ്ട് ഫസ്റ്റ് ഡേ തന്നെ കണ്ടപ്പോഴേ ഞങ്ങൾ ഈ ചില്ലറ പൈസ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കിന് ഇവരൊരു 10-15 പേരുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതിലൊരുത്തൻ തിരിഞ്ഞു നോക്കി. അപ്പം ഞാനും നോക്കി. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കി. ബസ് സ്റ്റോപ്പ് എത്തുന്നവരെ ഈ ചെറുക്കൻ ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ടീ ഒരുത്തൻ വീണടി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ദിവസവും ഞങ്ങൾ കാണും. ഈ കൺകളിരണ്ട ആ സീനില്ലേ, ആ സീനായിരുന്നു. ഞാൻ ബസ്സിൽ കയറും, അത് കഴിയുമ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നോക്കും. അപ്പോൾ ആ ചെറുക്കൻ ഇങ്ങനെ തലയാട്ട്, ഈ ഒരു തലയാട്ട് കാണാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ നോക്കും. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 3 മാസത്തോളം പോയി. പിന്നെ 10th പബ്ലിക് എക്സാമിന്റെ സമയത്താണ് ശരിക്കും എന്നോട് മിണ്ടുന്നത്. അതായത് എക്സാമിന്റെ പോകുന്നതിന്റെ മുന്നേ പേരെന്നാന്ന് ചോദിച്ചു. അപ്പൊ ഇതിനൊന്നും മറുപടി ഞാനല്ല പറഞ്ഞിട്ട് കൂട്ടുകാരി പറഞ്ഞത്. അങ്ങനെ ചോദിച്ചു മിണ്ടി. പിന്നെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയപ്പോൾ കണ്ടു. അങ്ങനെ കണ്ട് പിന്നെ 10th ക്ലാസ് കഴിഞ്ഞ് +1 ആയി. +1 എത്തിയപ്പം ബ്രേക്കപ്പ് ആയി. ആ ചെറുക്കന് ചെറുപ്പത്തിൽ തന്നെ കല്യാണം. അവരുടെ വീട്ടുകാരിത് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ അച്ഛനും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി, അതുകൊണ്ട് എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ ചങ്ങങ്ങ് പിടച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, പേടിക്കൊന്നും വേണ്ട, ഞാൻ പറയാൻ വരുമൊന്നുമില്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ചെറുക്കൻ തന്നൊരു ലെറ്റർ പിടിച്ചായിരുന്നു. അപ്പോൾ വീട്ടിൽ വൺ സീനായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് ഇനി ഒരിക്കലും ഇനി അങ്ങനെ ഒന്നും പോവില്ല. പക്ഷെ പിന്നീട് അപ്പം ഞാൻ ഓർത്ത് അച്ഛനും അമ്മയും പറഞ്ഞാണ് ശരി, അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. പിന്നെ +2 ആയി. +2 ആയപ്പോൾ ബ്രേക്കപ്പ് ആയി. പിന്നെ ഭയങ്കര ഇതായി. അങ്ങനെ 8th നിലയിൽ +2 മാത്സിന് പൊട്ടി. കണക്കുകളെല്ലാം പിടിച്ചു. അതെ, കണക്ക് പഠിച്ചോണ്ട് കണക്കിന് പോയി. പക്ഷെ 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ 18 വയസ്സായപ്പോഴത്തേക്കിനും സാരി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ ചെറുക്കനെ വീണ്ടും കണ്ട്. അപ്പം ഭയങ്കര ഒരു കിതപ്പ്, ടെൻഷൻ ഒക്കെയായിരുന്നു.
അപ്പൊ ആ ചെറുക്കൻ ഞാൻ കല്യാണം കഴിച്ച് കാണും ഒന്ന് മിണ്ടായിരുന്നു വന്നിരുന്നെങ്കിൽ. അപ്പൊ ആ ചെറുക്കൻ ആളോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ചെറുക്കൻ തിരിച്ചു വന്നു ബൈക്കയിൽ. അത് ഇങ്ങനെ ചോദിച്ചു, ഇവിടെ താൻ എവിടെയായിരുന്നു, ഞാൻ എത്ര നാളം തന്നെ ഒന്ന് അന്വേഷിച്ചു. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊടുക്കത്തില്ല. ഫോണൊക്കെ വിളിക്കും, പുള്ളിയുടെ നമ്പറൊക്കെ എനിക്കറിയാം. അപ്പൊ എന്നോട് ചോദിച്ചു എന്നെ ഒന്ന് വിളിക്കാവോ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാണ്ടെന്നോ. പിന്നെ വിളിയായി, ബഹളമായി. അപ്പൊ എന്താ ചെറുക്കൻ അവിടെ റിസൈൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു ബഹ്റിനിൽ പോകാനായിട്ട്. കറക്റ്റാന്ന് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാണത്തില്ലായിരുന്നു. അങ്ങനെ പോയി 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആളെ കല്യാണം കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ലവ് സ്റ്റോറി നമ്മള് സ്കൂളിലുണ്ടാകുന്ന പ്രണയം എപ്പോഴും സ്പെഷ്യൽ. അതാ പറഞ്ഞത്. ഇത് പൊട്ടിപ്പോയ സമയത്ത് പഞ്ചവർണ്ണ പൈങ്കിളിത്തത്ത്. എനിക്കാണെങ്കിൽ പിന്നെ സൂര്യ അല്ലല്ല സിന്ദൂര സന്ധി പറയൂ നിൻ ആ പാട്ടൊക്കെ അതൊക്കെ മനസ്സമേനെ പാട്ടുകൾ പോലും നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ലവ് സ്റ്റോറികൾ ഇപ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് എന്തോ പ്രണയത്തിന് ഒരു വാല്യൂ ഇല്ല. ഒന്ന് കണ്ടു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്തോ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്നുള്ളൊരു മൈൻഡ്, അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ബ്രേക്കപ്പ് ആയാലും ഓക്കെ പോയി രക്ഷപ്പെട്ടാൽ മതി, അങ്ങനെ ഒരു സാധനമാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഇപ്പൊ അതല്ല. വന്ന് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. ഒന്ന് പറഞ്ഞ രണ്ടിനെ എനിക്ക് കിട്ടിയില്ല വേറെ ആർക്കും കിട്ടരുത്, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. അത് എന്താ പറയാ, സൊസൈറ്റിയുടെ കുഴപ്പമാണ്, ആളുകളുടെ കുഴപ്പമാണോ എന്താ പറയാ, രണ്ടും. അതെ, ബന്ധങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ല എനിക്ക്. ഇപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്ന് സീരിയസ്നെസ് ഇല്ല പിള്ളേർക്ക് ആണെങ്കിലും. ഇപ്പൊ തന്നെ കുഞ്ഞി പിള്ളേർക്ക് തന്നെ 5, 6 ക്ലാസ്സിൽ 7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് 2-3 ഗേൾഫ്രണ്ട്സ് പ്ലസ് 2 ഒക്കെ എത്തുമ്പോഴത്തേക്കും ഒരു വേറെ ലെവലാ. അപ്പം നോർമലി ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി തന്നെ എടുത്തു. കാരണം വെച്ചാൽ വളർന്നു, വിവാഹം എന്നൊരു കൺസെപ്റ്റ് മാറിയിട്ട് ആ ലിവിങ് ആയാലും ഓക്കെ എന്നൊരു മെന്റാലിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു സെക്ഷുവലായാലും ശരി ലവിലായാലും ശരി എന്തോ ഓക്കെ മൈൻഡാണ്. എന്നാൽ പണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് പയ്യനെ നോക്കാൻ പാടില്ല, പയ്യനുമായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പാടില്ല. ഇപ്പോൾ സൊസൈറ്റി കുറച്ചുകൂടെ ലിബറലായി, അടുത്തിരിക്കുന്ന ആളെ കുറച്ചുകൂടെ മനസ്സിലാക്കി കുറച്ച് നാൾ ഇടപഴകിയിട്ട് മാത്രമേ അയാളുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് വേണോ വേണ്ടോ എന്ന് പോലും ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇപ്പം പണ്ട് സെക്ഷലി പോലും അനങ്ങാനും വേണ്ടില്ല, ഇപ്പം കുറച്ചുകൂടെ ഇതാണ്. ഈവൻ ദോ സെക്ഷലി ആയാൽ പോലും അത് സേഫ്റ്റി നോക്കി ഒരു കോമൺ ഇറ്റ്സ് നോർമൽ എന്നൊരു സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും അതെന്താ അങ്ങനെ ഒരു സൊസൈറ്റി ആണോ വളർന്നത്, അതോ പണ്ടത്തെ ഒരു കൾച്ചർ? പണ്ടത്തെ ഒട്ടും നമുക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. അതില് പെണ്ണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രമായിരുന്നു. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനോ ഇഷ്ടങ്ങൾ പറയാനോ ഒന്നും സാധിക്കത്തില്ല. പുരുഷന്മാര് അവരുടെ ആധിപത്യം, അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം. അതിലൊരു ഇതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഒബ്ജക്റ്റ് മാത്രമേ. അതെ. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ പോലെ തന്നെ സർവ്വ സ്വാതന്ത്ര്യവും എന്താ പറയാ ഏത് ഇതിലും ജീവിക്കാനുള്ള നമ്മളുടെ അവനെ പോലെ തന്നെ അവകാശവും സ്വാതന്ത്ര്യമുള്ള ഒരു സഹജീവിയാണ് സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉള്ള ജനറേഷനുണ്ട്. സ്ത്രീകൾ അവരുടെ ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കൂടുതൽ. അതുകൊണ്ടാണ് അവർ ഇൻഡിപെൻഡന്റ് ആവുന്നതും കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും. ഇൻഡിപെൻഡൻസ് കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ ചാൻസസ് കുറയുമല്ലേ? അങ്ങനെ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെ ശരി. കാരണം വെച്ചാൽ കഴിഞ്ഞ കാണത്തെ സെൻസസ് തന്നെ പറഞ്ഞു ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ചാൻസസ് കുറവാണ്. ഇപ്പോൾ ഞങ്ങളും ഇപ്പോൾ പബ്ലിക് റെസ്പോൺസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ എന്തിന് കല്യാണം കഴിക്കണം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ല പക്ഷെ ഞാൻ പറയാം, അത് ഒരു പരിധിവരെ അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോഴല്ലോ നമുക്കൊരു പാർട്ട്ണർ വേണം. കാരണം നമുക്ക് ലൈഫിൽ ഇനി മുന്നോട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സാധനം തോന്നുന്ന ഒരു ഏജ് വരും. അന്നേരം പിന്നെ നമുക്കൊരു പാർട്ട്ണറെ കിട്ടണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂട്ടിനൊരാൾ വേണം, അതിൽ കുഞ്ഞുങ്ങളുണ്ടാവണം, അവരുടെ ജീവിതങ്ങളെ അവരുടെ വളർച്ച ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു എത്തുമ്പോഴത്തേക്കിനും ഭയങ്കര ഡ്രൈ ആയി പോകും ലൈഫിൽ. ഒരു കാര്യം ഷെയർ പറയാനൊന്നും ആളില്ലാതെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പം എൻജോയ് ചെയ്യേണ്ട സമയത്ത് ശരിക്കും എൻജോയ് ചെയ്യുക. പിന്നെ പാർട്ട്ണറെ എടുക്കേണ്ട സമയത്ത് തന്നെ അങ്ങനെ ഒരു കൃത്യ പ്രത്യേകിച്ച് ഉണ്ടല്ലോ. ഇപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണിന് 3 ആണെന്നുള്ള കണക്ക് വെച്ചിട്ട്. എന്റെ ദൈവം
അല്ല പ്രത്യേകം അങ്ങനെ ഏജ് വല്ലതും ഉണ്ടോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞങ്ങൾ ആണുങ്ങളുടെ കേസിൽ ഇപ്പോൾ എൻ്റെ കേസിൽ പറയാൻ തന്നെ വീട്ടുകാർ പറയുന്നത് ഒരു 22-23 വയസ്സിനുള്ളിൽ പഠിത്തം പൂർത്തിയാക്കുക, 25 വയസ്സിനുള്ളിലെങ്കിലും ലൈഫ് സെറ്റിൽ ആവും, ജോലി ഇത്ര രൂപ സാലറി എങ്കിലും അക്കൗണ്ടിൽ ഉണ്ടാവണം, ഒരു 27-28 വയസ്സിനുള്ളിലെങ്കിലും കല്യാണം നടക്കണം, അങ്ങനെയാണെങ്കിൽ ലൈഫ് കറക്റ്റായിട്ട് ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ശരിക്കും നിന്റെ മാനസിക വളർച്ചയെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അതിന് ഇപ്പം വീട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ നിന്നെ വയസ്സിൽ കെട്ടണം അങ്ങനെ ഒരു ഇതേ ഇല്ല. നിനക്ക് ഓക്കെ ആയോ, നിനക്ക് ഒരു പാർട്ട്ണറിനെയും കൂടെ ഇതാക്കാനുള്ള മാനസിക വളർച്ച എത്തിയെങ്കിൽ അതാണ് നിന്റെ സമയം. പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് ഇപ്പം പറഞ്ഞു അങ്ങനെ ഒരു ശരിക്കും പണ്ടെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു അല്ലേ. ഒരു പെണ്ണല്ലേ 10 വരെ പഠിപ്പിച്ചാൽ മതി, 10 വരെ പോയാൽ മതി, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. അപ്പം ജോലിയില്ല, പിന്നെ അവരെപ്പോഴും വീട്ടിലൊരു ബാധ്യതയാണ്, ആരുടെയെങ്കിലും തലയിൽ വെക്കണം എന്നുള്ളതാണ് വീട്ടുകാരുടെയും ഉദ്ദേശം. അപ്പൊ പോയാലും അവിടെ എന്ത് സംഭവിച്ചാലും നീ സഹിച്ച് നിൽക്കണം, അമ്മയും അച്ഛനും ഓർത്ത് അവിടെ നിൽക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങി, സ്വന്തം കാലം നിൽക്കാനായി. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മള് എവിടെയാണെങ്കിലും സ്വന്തമായി. അതെ, നമ്മൾ ഒരുപാട് കാട് കയറി അങ്ങ് പോയി. വയസ്സെത്രയിലേക്ക് വരാം. വയസ്സെത്രയായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്ത കഥാപാത്രം കുറച്ചുകൂടി ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. അപ്പം ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളൊക്കെ ആരൊക്കെയാണ്? പ്രശാന്ത് മുരളിയാണല്ലോ നായകൻ, പിന്നെ നമ്മുടെ മെറീന മൈക്കിള് നായിക, പിന്നെ ചിത്ര പ്രധാന വേഷമാണ്, ശ്രീചേട്ടൻ അതിലൊരു പ്രധാന വേഷം ചെയ്തേക്കുന്നതാണ്. ബ്രിഗേഷ് എന്നാണ് നായകന്റെ പേര്. അപ്പോൾ ബ്രിഗേഷിന്റെ അളിയനാണ് ശ്രീചേട്ടൻ, പെങ്ങളാണ് ചിത്ര. പിന്നെ കുഞ്ഞിക്കണ്ണമാഷ് അച്ഛൻ, പിന്നെ മഞ്ജു പത്രോസ്, ഉണ്ണിരാജ, കലാഭവൻ സാരിക, മറ്റേ പ്രദീപ് ബാലൻ, ഒത്തിരി വലിയൊരു താരനിര തന്നെ ഉണ്ട്. അരിസ്റ്റോ സുരേഷ്, അമ്മ ഈ അമ്മയുടെ പേരെന്നാ? സാവിത്രി സീതർ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാസ്റ്റ്. പിന്നെ മലബാറിലെ ഒരു വലിയൊരു യൂട്യൂബർ ആദ്യമായിട്ട് സിനിമയിൽ വരാണ്, ഒരു കമലമ്മ എന്ന് പറഞ്ഞിട്ട്, സുമേഷ് ഭാസ്കർ. ഇന്ന് വന്നിട്ടില്ല. അവര് അടിപൊളി കേട്ടോ, ആ ക്യാരക്ടറൊക്കെ സൂപ്പറാ. പിന്നെ അടുത്ത് ഫേമസ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, എന്തൊരു എഞ്ചിനീയറിംഗ് വർക്ക്സ്, അനുരാഗ് എഞ്ചിനീയറിംഗ്. അതിലെ നായികയുടെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു അമ്മ, ആരാണ്? ഗീതേച്ചി. അപ്പോൾ ഒരുപാട് വലിയ താരനിരയുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് എക്സൈറ്റ് ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവും എന്നുള്ളത് ഒരു എന്താ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. രമി ചേച്ചി, ഇനിയുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, പുതിയ വർക്കുകൾ ഏതൊക്കെയാണ്? പുതിയത് ചെയ്യാൻ പോകുന്ന ചെയ്തിട്ട് ഇനിയും വരാൻ പോകുന്നത്? കുണ്ടലപുരാണം, ഞാനും ഇന്ദ്രൻസ് ചേർന്നു. പിന്നെ കണ്ണൂരല്ല, കാസർഗോഡ്. അത് നല്ല. പിന്നെ കനകരാജ്യം എന്ന് പറഞ്ഞ സിനിമ, അത് പക്ഷെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മുരളി ഗോപിച്ചേട്ടന്റെ അമ്മായിയമ്മയാണ് ഞാൻ. പാവം മുരളി ഗോപിച്ചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇതിന് ഇച്ചിരി കൂടി നിറയിടാവോ, അല്ല ഓപ്പോസിറ്റ് ഞാനാ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചേട്ടൻ പേടിക്കണ്ട, ഇനി ഏത് ഗെറ്റപ്പിൽ ഞാൻ വന്നാലും ആൾക്കാർക്ക് വിശ്വാസമാകും ഞാൻ അമ്മയാന്നുള്ളത്. പിന്നെ വികാരം, ചേര, രണ്ടാം യാമം, വേട്ടയ്യ. തമിഴിലൊരു ചിത്രം വരുന്നുണ്ട്, വേട്ടയ്യ. ചെറിയ വേഷം, ചെറുത്, പ്രത്യേകിച്ച്. പിന്നെ ഫസ്റ്റ് എൻട്രി തന്നെ രജിനി സാറിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്നാ വേണം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതിന്റെ തമിഴ് നമ്മള് യോഗി ഭവനെ വെച്ചിട്ട് ഈ വർഷം എൻട്രി ചെയ്യാൻ പോവുകയാണ്. അതില് അമ്മയായിട്ട്, യോഗി ഭവൻ അമ്മയായിട്ട് രമ്യാണ് അതിലെങ്കിലും എന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ. പിന്നെ ശരിക്കും ഞാൻ ഇപ്പോഴും അറിയാണ്, ഇത് കളിയാക്കുവാണോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ പിന്നെ വരുമല്ലോ, മുന്നിലേക്ക് പിന്നെ വരുമല്ലോ. നമുക്ക് ഇനി ഇന്റർവ്യൂ എടുക്കാം. അതില് എക്സ്പീരിയൻസ് പ്രാക്ടീസ് ആവാൻ വേണ്ടി പറഞ്ഞ വേട്ടയൊക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഈ മലയാളത്തിലെ സെയിം സാധനം. എനിക്ക് ഒരു പാവം നല്ലൊരു മനുഷ്യ, അത്ര വലിയ സൂപ്പർ സ്റ്റാർ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുത്തെ എല്ലാവരും ഭയങ്കര നമ്മളോട് പ്രത്യേക ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ തരുന്ന നല്ല അനുഭവമായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ അതിനകത്തില്, ഫഹദ്, മഞ്ജു ചേച്ചി, പിന്നെ നമ്മുടെ തരികിട സാബുച്ചേട്ടൻ, അവരൊക്കെ ഉണ്ട് അതിനകത്ത്. അതെ, ഞാനിപ്പോ ഓർക്കും തമിഴ് സിനിമ, പക്ഷെ തമിഴായിട്ട് രജനീകാന്ത് സാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നു വെച്ച്. അത് അതിൻ്റെ പേരെന്നാ, ശരണ്യ 5-8 പടം ചെയ്തിട്ടുണ്ട്.
ഇപ്പം നോർമലി മലയാളത്തിൽ ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അമ്മ അമ്മായി കഥാപാത്രങ്ങളെ. അത് കണ്ടിട്ടാണോ ഇനി? അതെ അതെ, അത് കണ്ടിട്ടാ വിളിച്ചത്. ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ചെറിയ വേഷം കേട്ടോ, മൂന്നാലഞ്ച് സീനം കണ്ടേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പം എന്നോട് ஞானவர் சார் நீங்கள் ரொம்ப நல்ல ஆர்டிஸ்ட்டுங்க, பெரிய ஆர்டிஸ்ட், ரொம்ப சார் பெரிய பெரிய வார்த்தைகளெல்லாம் பேசாதீங்க. തമിഴൊക്കെ എങ്ങനെ പഠിക്കാനായിട്ട് എളുപ്പമായിരുന്നു? ഞാൻ കോയമ്പത്തൂർ, ഞാൻ നേഴ്സാണ്, നേഴ്സിംഗ് പഠിച്ചത് കോയമ്പത്തൂരാണ്. അപ്പോൾ എനിക്ക് തമിഴിനെ അറിയാം, പിന്നെ വായിക്കാൻ അറിയാം, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയാം, സംസാരിക്കാനും അറിയാം. അതെ, തമിഴ് എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു തമിഴ്. അപ്പൊ ഫസ്റ്റ് കാണാൻ തന്നെ രജനീകാന്ത് സാറിനോട് വരുന്നു, ഇനിയും സൂര്യ വിജയ് ഒക്കെ വരട്ടെ. ഇപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ല, ഇന്ന പോലെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഏതെങ്കിലും ഡ്രീം ചെയ്ത ഒരു കഥാപാത്രം ഉണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, ഡ്രീമുണ്ട്. എന്താണത്? അല്ല, ഞാൻ പറഞ്ഞ എല്ലായിടത്തും പറയാൻ തന്നെ കോമഡി, കുശുമ്പ്, മറ്റേ സൈക്കോ, പോലീസ് ഓഫീസർ, അല്ല പവറുള്ള പോലീസ്, സൈക്കോ, പക്ക സൈക്കോ, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളാണ്. സൈക്കോ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് യോഗം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കച്ച 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 വെട്ടി കണ്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പടങ്ങൾ, ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുമല്ലോ ഇന്ന റെഫറൻസ് എടുക്കാം, ചിലപ്പോൾ ഏതെങ്കിലും സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രമായിട്ട് ഇങ്ങനെ റെഫറൻസ് എടുക്കാറുണ്ടോ? ഇപ്പം നമ്മളോട് പറയുമല്ലോ ഇത് ഭയങ്കര അലമ്പ് തള്ളയാണെന്ന് പറയുമ്പം ആ ഒരു അലമ്പത്തരം, പിന്നെ വെട്ടെന്ന് തുണ്ടെന്ന് രണ്ടെന്നുള്ളൊരു സാധനമാകുമ്പം അങ്ങനെ നമ്മുടെ ചുറ്റിനും ഉണ്ടല്ലോ അങ്ങനെ പല ടൈപ്പ് ഓഫ് അമ്മമാര്, അവരെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കും. ആരൊക്കെയാണ് അതിന്റെ പരിചയത്തോടെ? അപ്പം ഈ സിനിമയിൽ നമ്മുടെ വടകര സ്ലാങ് ആണോ? അതെ, വടകര സ്ലാങ്. ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ചുമ്മാ ഞാൻ എന്തെങ്കിലും ചോദിക്കാം അതിന്? അങ്ങനെ എന്നോട് ചോദിക്കുകയും ചെയ്തത്. ഞാൻ ഇതിലൊരു എൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഡയലോഗ് പറയാം. രാവിലെ പെണ്ണിനെ കൂട്ടി നാട് കൊണ്ടാക്കണം. ഇത് പറയാം, ഇന്നാടിന് ഒരു തനതായ രീതിയുണ്ട്, തനതായ ശൈലിയുണ്ട്, എല്ലാം പിന്നെ അല്ലേ? അതെ, അങ്ങനെ എന്നോട് പറഞ്ഞു തന്നത്. ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ഭാവം, അത് പറയുമ്പോൾ വേറെന്തോ ആണല്ലേ, ആ സമയത്ത് ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ പറയുന്നതാണ്. ശരിക്കും സിനിമ തന്നെയാണോ ചേച്ചിയുടെ ഡ്രീം? സിനിമ എൻ്റെ ഡ്രീമേ അല്ല, എൻ്റെ മനസ്സിലേ ഇല്ലാത്തൊരു സാധനമായിരുന്നു. ഞാൻ നേഴ്സാന്ന് പറഞ്ഞല്ലോ. അല്ല, ചിലരെ ആക്സിഡന്റലി സിനിമയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെ വന്നാ ഞാൻ അങ്ങനെയാണ്. ഞാൻ ഓഡിഷൻ വഴി വന്നതാണ്. ഓഡിഷന് വരാൻ കാരണം ഇപ്പൊ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് പാടി വൈറലായ സാധനം, അത് തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ട് അങ്ങനെ 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 അങ്ങനെ. ഇന്നത്തെ ദിവസം തന്നെ ആ പാട്ട് എത്ര പ്രാവശ്യം പാടി. മാതാവേ, നീയൊക്കെ എന്നെ വൈറലാക്കുമല്ലേ. അല്ല, പലർക്കും അറിയില്ല ആ പാട്ട് പാടിയത് ഞാനാന്നുള്ളത്. അന്ന് തന്നെ തെറി വിളിച്ചവരാണ്. 3.3 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു 20 പേജിൽ നിന്ന് ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ 2017 ഇറങ്ങി ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ. പിന്നെ ഇപ്പോഴെങ്ങാണ്ട് ഒരു പേജിലെങ്ങാണ്ട് കിടപ്പുണ്ട്. അപ്പം ഞാനപ്പോൾ മെന്റലി ഓക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് മാത്രം ഞാൻ കളയുന്നില്ല. ആ പാട്ട് ഞാൻ യൂട്യൂബിൽ പാടിയിട്ടില്ല, യൂട്യൂബിലാണ് ആരോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ പാടിയ രീതിയിലല്ല ഞാൻ പാടുന്നത്. അത് പാടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തെറിവിളി കേൾക്കും. അതുകൊണ്ട് മാന്യമായി പാടാം. അന്ധകാര പറമ്പിൽ വെട്ടിക്കീള ചഞ്ചാറു കാച്ചിൽ നട്ടു, വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിലിൽ കാച്ചിൽ കണ്ടു, കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ രണ്ട് പ്രാവശ്യം വെച്ച് പാടി ആണ് ഇട്ടിരുന്നത്. കുറച്ച് ബിൽഡപ്പ് കൊടുത്തായിരുന്നു. ഞാൻ ഭയങ്കര പാട്ടുകാരിയാണ്, വലിയ വലിയ മറുകീഴിൽ സംഗീതം അഭ്യസിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിട്ട്. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ചു ഞാൻ എന്തോ ടിപ്പ് പറയാൻ പോവാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അലറി പൊളിച്ചില്ലേ. പിന്നെ ആൾക്കാർ എന്നെ എടുത്തിട്ടങ്ങ് മേഞ്ഞു കളഞ്ഞു. വല്ലപ്പോഴും അല്ലേ, എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചേച്ചി ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അമ്മയെ കഥാപാത്രങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം ഒരു ഏത് സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഡ്രീം ഉണ്ടാവില്ല, ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഡയറക്ടറുടെ വർക്ക് ചെയ്യണം. അങ്ങനെ ഡ്രീം ചെയ്യുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സോ ക്രൂ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ദിലീഷ് പോത്തൻ, എബ്രഡ് ഷൈൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും കിടക്കുന്നേ ഉള്ളൂ. ഞാൻ 10-28 പടം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലാലേട്ടൻ, പൃഥ്വിരാജ്, ദുൽഖർ, ജയറാമേട്ടൻ, ദിലീപേട്ടൻ, ജയസൂര്യ,
ഇഷ്ടം പോലെ ആൾക്കാർ കിടക്കുവാണ്. മലയാള സിനിമയിലെ മുഴുവൻ പേരും ഉണ്ട്. ഞാൻ ആരാ, നിവിൻ പോളി, സുരാജേട്ടൻ, ഫഹദ്, പിന്നെ എല്ലാം ന്യൂജൻ പിള്ളേരുകളാണ്. നമ്മുടെ ബാലു, മറ്റേ ലുക്മാൻ, അങ്ങനെയുള്ള പിള്ളേർ സെറ്റുകളുടെ കൂടെ അവരുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് മൊത്തം. ഇനി പഴയ ആൾക്കാരുടെ കൂടെ വരണം. വരും. ചേട്ടാ ഇപ്പൊ ഇനി ഒരു ചിത്രം ചെയ്യുകയാണെങ്കിൽ ഏത് ജോണർ? ഇതൊരു കോമഡി ജോണറാണെന്ന് പറയും. ഇനി ഒരു ചിത്രം ചെയ്യുക, അടുത്ത സിനിമ റിയൽ ലൈഫാണ്. ബിവെയർ ഓഫ് മൈ സൺ എന്ന് പറഞ്ഞ മൂവിയാണ് അടുത്ത ചിത്രം. ഞങ്ങൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എനിക്കൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ട്. യോഗി ബാബുയുടെ കൂടെ ഷാപ്പാട്ട് രാമൻ എന്ന് പറഞ്ഞിട്ട് തമിഴ് ഡയറക്ടറാണ്. AR മുരുകദാസിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന പടമാണ്. അത് സ്ക്രിപ്റ്റ് ഞാനിരിക്കുന്നത് തമിഴ് പടമാണ് ഷാപ്പാട്ട് രാമൻ. ജൂലൈ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ ബിവെയർ ഓഫ് മൈ സൺ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഒറിജിനൽ കഥയാണ്, കോമഡിയിൽ പറഞ്ഞുകൊണ്ട് ഒരു എന്തായാലും ഡിഫറെൻറ്റ് കിഡ്സ് മൂവിയാണ്. അപ്പം എന്തായാലും വയസ്സെത്രയായി? 28 റിലീസ്. കൂടെ തന്നെ വലിയൊരു ചിത്രമായ ആടുജീവിതം മലയാളികൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ പേടിയുണ്ടോ തിയേറ്ററുകളിലെ എണ്ണം കിട്ടുമെന്ന്? എന്നെ നോക്കാൻ പേടിയില്ല. പടം കണ്ടോളൂ, ആൾക്കാർ കണ്ടോളും. ആദ്യത്തെ 3 ദിവസം ഞങ്ങൾ പടം പിന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറി കൊളുത്തിക്കോളും. നമ്മൾ തിയേറ്ററുകൾ കിടക്കില്ലേ കടൽ പോലെ കേരളത്തിൽ. പ്രേമലും ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒഴിഞ്ഞു മാറി പുതിയ പടങ്ങൾ വരണം, 2 പടം വരണം. പിന്നെ അത് വേറൊരു ക്ലാസ് പടം, ഞങ്ങളത് വേറൊരു ഫാമിലി സെറ്റ്. അത് ഒരു കുടുംബത്തോടെ പോയി കഴിഞ്ഞിരുന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമയാണ് നമ്മൾ. അപ്പം ചിത്രം വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ കുടുംബത്തോടെ പോകണം. അച്ഛനും അമ്മയും മക്കളും അച്ഛമ്മയും അച്ചാച്ചനും പറ്റുമെങ്കിൽ പണ്ടുള്ള പോലെ വലിയൊരു ബസ്സിലോ അല്ലെ ജീപ്പിലോ അയൽപ്പക്കത്തെ ആൾക്കാരിലും കൂടി ചേർന്ന് പോകുന്ന പോലെ കൂട്ടായിട്ട് ഈ പടത്തിന് പോകണം. തിയേറ്ററുകളിൽ ഞങ്ങൾ 60ഓളം തിയേറ്ററുകളുണ്ട്. എറണാകുളം വരെ 40 തിയേറ്റർ, പിന്നെ അങ്ങോട്ട് 20 തിയേറ്റർ ഉണ്ട്. തമിഴ്നാട്ടിൽ ചെന്നൈയിലും പിന്നെ ബാംഗ്ലൂരും പടം റിലീസ് ആകുന്നുണ്ട്. വലിയ പടം ആടുജീവിതം അപ്പുറത്തുണ്ട്. എന്നാലും സദ്യ ഏതായാലും ഒരു പായസം വേണം. അപ്പുറത്ത് സദ്യ ആണെങ്കിൽ ഇപ്പുറത്ത് നല്ല 2 നല്ല നെയ് പായസവും പാൽപ്പായസവും ഞങ്ങൾ ഇപ്പുറത്ത് സ്ക്രീനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കാണണം. പിന്നെ കണ്ടവർ അഭിപ്രായങ്ങൾ പറയണം. എന്ത് പിന്നെ കമൻസ്, നെഗറ്റീവ്, പോസിറ്റീവ് എല്ലാ കമൻസ് ഞങ്ങൾ അറിയിക്കണം. അടുത്ത പടങ്ങളിൽ ഞങ്ങൾ ഇനിയും മറിച്ചുകൊണ്ട് നല്ലൊരു സ്കീമായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ചേച്ചി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണണം. ആദ്യം നീയൊക്കെ പോയി സിനിമ കാണണം, എന്നിട്ട് അത് നീ പോയി കാണണം. അതെ, നിങ്ങൾ പോയി കാണണം. പ്രൊമോഷൻ ചെയ്താൽ മാത്രം പോരാ, കാണണം. കണ്ടിട്ട് നിങ്ങളും ഒരു റിവ്യൂ ഒക്കെ ഇട്ടല്ലേ? അതെ, ഇത് കണ്ടിട്ട് പെണ്ണ് കിട്ടുമെന്നുള്ളതാണ്. ഇവനിപ്പോ ടെൻഷനായെന്ന് തോന്നുന്നു. നിനക്കിനി പെണ്ണ് കിട്ടുകൂടാ, അങ്ങനൊന്നുമില്ല. യോഗം ഉണ്ടെ കിട്ടും. അത് തന്നെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ വീട്ടിൽ പെണ്ണെങ്കിൽ വരും, വരുവാനിക്കല്ലേ? എനിക്കൊരു ചെറിയ പ്രതീക്ഷ വരുന്നുണ്ട്. എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്തായാലും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ അധ്വാനമാണ്. അപ്പം നിങ്ങളുടെ അധ്വാനത്തിന് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവട്ടെ. സിനിമ തിയേറ്ററിൽ നിറഞ്ഞോട്ടെ, ആളുകളെല്ലാം 100 ദിവസം തിയേറ്റർ നിറയട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ വിജയാഘോഷത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. www.nolimitfilms.com. ഉറപ്പായിട്ട് പെണ്ണ് കിട്ടി ഞാൻ വിളിക്കും. എല്ലാരും പോയി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം സിനിമേന്റെ. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലുണ്ടാവും. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.